ഹായ് അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി KFC എന്നൊക്കെ നമ്മൾ കഴിക്കുന്ന പോലത്തെ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ട് തന്നെ അതേ ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയിട്ടുള്ള ചിക്കൻ സ്ട്രിപ്സിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇത് വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുന്ന കാര്യം മറന്നു പോകരുത്. ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. 450 ഗ്രാമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ കനം കുറച്ചിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് കനമുള്ള വലിയ പീസാണെങ്കിൽ അത് നമ്മൾ ഉള്ളിയൊക്കെ ചതയ്ക്കുന്ന അത് വെച്ചിട്ട് ഒന്ന് ഇടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഉള്ളിലേക്കൊക്കെ ആ ഒരു നമ്മളിതിലേക്ക് ചേർക്കുന്ന ഉപ്പും എരിവും ഒന്നും പിടിക്കത്തില്ല. അതുകൊണ്ട് ഇതുപോലൊന്ന് ആ കനം കൂടിയ ഭാഗമൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും നേരത്തെ ചെയ്ത പോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കനം കുറച്ചിട്ട് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. ചിക്കനെല്ലാം ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് ചേർത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ പാപ്രിക്ക പൗഡർ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എരിവൊക്കെ നിങ്ങളുടെ എരിവ് അനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ഒറിഗാനോ കൂടി ചേർക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, നിങ്ങൾക്ക് ചേർക്കാൻ ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണോളം സോയ സോസ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഡാർക്ക് സോയ സോസാണ് എടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീരും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. മുട്ടയും നമ്മൾ ചേർത്തിട്ടുള്ള മുളക് പൊടിയും എല്ലാം നന്നായിട്ട് തന്നെ മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിനി മോരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ കുറച്ച് വെള്ളത്തോടു കൂടിയുള്ള മോരാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് പാൽ വേണമെങ്കിൽ അതും യൂസ് ചെയ്യാവുന്നതാണ്. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനെല്ലാം ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ചിക്കനിലേക്കെല്ലാം നന്നായിട്ട് ഇതൊന്ന് പിടിപ്പിച്ച് കൊടുക്കണം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഉപ്പ് ചേർത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ചിക്കൻ ചേർത്താലും മതിയാവും. ഞാനിങ്ങനെയാണ് ചേർക്കാറ്. ഇത് അടച്ചിട്ട് 1 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഇത് ഫ്രിഡ്ജിലേക്കാണ് വെക്കേണ്ടത്. 2-3 മണിക്കൂർ വെച്ചാൽ അത്രയും നല്ലതാണ്. അപ്പോൾ അതിലേക്കുള്ള മൈദയുടെ മിക്സ് ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഞാനിവിടെ 1 കപ്പോളം മൈദയും അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കിനി എരിവിന് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ മൈദയിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണൊക്കെ ഉപ്പ് മതിയാവും. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. ഇനി ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പോളം മൈദ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മാത്രം ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒരു 2 നുള്ളു ഉപ്പൊക്കെ മതിയാവും. അതിലേക്ക് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഇത് നല്ല ലൂസായിട്ട് ഒന്ന് കലക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ വെള്ളം പോലെ തന്നെ കലക്കിയെടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ചിക്കൻ പുറത്തെടുത്തിട്ട് അതിൽ നിന്ന് വെള്ളമൊക്കെ മാറ്റി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ചിക്കൻ്റെ പീസ് നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടുള്ള മൈദയിലേക്ക് നന്നായിട്ട് ഡിപ്പ് ചെയ്ത് നല്ലപോലെ തന്നെ കോട്ട് ചെയ്തെടുക്കണം. എന്നിട്ടത് നമ്മൾ ബാറ്ററാക്കി വെച്ചിട്ടുള്ള ആ മൈദയുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് അത് വീണ്ടും നമ്മൾ ഡ്രൈ ആയിട്ട് എടുത്തു വെച്ചിട്ടുള്ള ആ മൈദയുടെ മിക്സിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തെടുക്കണം. എല്ലായിടത്തേക്കും നല്ല പോലെ തന്നെ മൈദ ഒന്ന് ഇത് കോട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് കുടഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇതിലൊക്കെ ഇങ്ങനെ ചുളിവുകൾ പോലെ വീഴും. ഇങ്ങനെ തന്നെ ഇത് നന്നായിട്ട് കുടഞ്ഞിട്ടെടുക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന പോലെ കാണാനും അതുപോലെ കഴിക്കാനും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ ആദ്യം ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ളത് എത്രയാണ് വേണ്ടത് നമ്മളെടുക്കുന്ന പാത്രത്തിൽ ഓയിൽ കൊള്ളുന്ന അനുസരിച്ചിട്ട് 4-5 പീസ് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇതുപോലെ ആദ്യം മൈദ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് ഈ മൈദയുടെ ബാറ്ററിൽ മുക്കിയെടുക്കുക. എന്നിട്ട് വീണ്ടും മൈദ നന്നായിട്ട് തന്നെ കോട്ട് ചെയ്തിട്ട് ഒന്ന് കുടഞ്ഞെടുക്കുക.
ഇതുപോലെ 2 പ്രാവശ്യം മൈദ കോട്ട് ചെയ്യുമ്പോൾ നല്ല പുറമേ നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നന്നായിട്ട് തന്നെ കുടഞ്ഞിട്ട് ആ ഒരു ചുളിവുകളൊക്കെ വരുന്ന രീതിയിൽ തന്നെ കുടഞ്ഞെടുക്കണം. ഈ മൈദയിൽ ഇങ്ങനെ കോട്ട് ചെയ്തിട്ട് ഇതുപോലെ കുറച്ച് നേരം ഒന്നും വെച്ചേക്കരുത്. അങ്ങനെയാകുമ്പോൾ പുറമേ നനവുണ്ടാവും. അപ്പോൾ അത് ഫ്രൈ ആക്കുന്ന സമയത്ത് മാത്രം ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആദ്യം ഫ്രൈ ആക്കി എടുക്കാനുള്ളത് ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്കുള്ള എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഇത് ഇങ്ങനെ ഇട്ട് കൊടുത്ത് നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ 2 സൈഡും തിരിച്ച് മറിച്ച് വിട്ടിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല ഈസിയാണ്. നമ്മൾ പുറത്തുനിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്തായാലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്